സഹയാത്രി. പൗരോഹിത്യ സ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. പാദക്ഷാളകൻ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. യോഹന്നാൻ 13:14-15. ഗുരുവും നാഥനുമായ യേശു ഭൗമിക ജീവിതം പൂർത്തിയാക്കി പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് 2 വിടവാങ്ങൽ സമ്മാനങ്ങൾ നൽകി. സമവീക്ഷണ സുവിശേഷകർ അവസാന അത്താഴ സമയത്ത് യേശു സ്ഥാപിച്ച ദിവ്യകാരുണ്യമെന്ന വിടവാങ്ങൽ സമ്മാനത്തെപ്പറ്റി പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ ആ താഴത്തിൽ വെച്ച് അവിടുന്ന് നൽകിയ എളിമയുടെയും ശുശ്രൂഷയുടെയും മാതൃകയായ പാദക്ഷാളനമാണ് ഓർമ്മയ്ക്കായി ചെയ്യാനുള്ള സമ്മാനമായി എടുത്തു കാട്ടുന്നത്. ഗുരുവിൻ്റെ മാതൃക അനുകരിച്ച് പുരോഹിതൻ ഈ 2 സമ്മാനങ്ങളും സ്വീകരിച്ച് തൻ്റെ പൗരോഹിത്യ യാത്ര ധന്യമാക്കുന്നു. അടിമകൾ തങ്ങളുടെ യജമാനന്മാരുടെയും അവരുടെ അതിഥികളുടെയും പാദം കഴുകി സ്വീകരിക്കും. ശിഷ്യർ ഗുരുവിൻ്റെ പാദം കഴുകി ആദരിച്ചേക്കാം. പക്ഷേ തങ്ങളുടെ ഗുരുവും നാഥനുമായ യേശു തങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു. ശിഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ ഒട്ടും എളുപ്പമായിരുന്നില്ല. ശിഷ്യപ്രമുഖനായ പത്രോസ് മറ്റെല്ലാവർക്കും വേണ്ടി ആ വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരുടെ വിസമ്മതം ഉൾക്കൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. തൻ്റെ ശിഷ്യർ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നും മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നും ഇതിലൂടെ യേശു അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പുരോഹിതൻ വിശ്വാസി സമൂഹത്തിനു വേണ്ടി എല്ലാ വർഷവും പെസഹ തിരുനാളിന് ദേവാലയങ്ങളിൽ പാദക്ഷാളന ശുശ്രൂഷ നടത്തുന്നു. പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പാദക്ഷാളനം എന്നത് വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു കർമാനുഷ്ഠാനം എന്നതിലുപരി അവൻ്റെ ജീവിതത്തിന് ദർശനവും ദിശാബോധവും നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു പ്രതീകമാണ്. ഗുരു പറഞ്ഞതുപോലെ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശുശ്രൂഷയുടെ ഏറെ പ്രകടമായ ഒരടയാളമാണ് പാദക്ഷാളനം. അതവൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. ക്രിസ്തു എന്ന ആതിഥേയനു വേണ്ടി അവിടുത്തെ വിരുന്നുശാലയിലേക്കും ഭവനത്തിലേക്കും വരുന്ന അതിഥികളുടെ പാദം കഴുകി സ്വീകരിക്കുന്ന ദാസനാണ് പുരോഹിതൻ. ഇതിനുവേണ്ടിയാണ് ദൈവം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്നവന് ബോധ്യമുണ്ട്. ഒരുപാട് സ്നേഹത്തോടും കരുതലോടും ഒത്തിരി ആത്മാർത്ഥതയോടും പരിപൂർണമായ സമർപ്പണത്തോടും കൂടെയാണ് പുരോഹിതൻ അനുദിനം പാദക്ഷാളന ശുശ്രൂഷ ചെയ്യുന്നത്. ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമമോ വൈരാഗ്യമോ ഉള്ളിൽ വച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ശുശ്രൂഷ ചെയ്യാനോ അയാളുടെ പാദക്ഷാളകനാകാനോ കഴിയില്ല എന്നവനറിയാം. വാസ്തവത്തിൽ പീഡാസഹന വേളയിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യരോടുള്ള യേശുവിൻ്റെ അനുരഞ്ജനവും അവിടുന്ന് അവരോട് കാണിച്ച കാരുണ്യവുമായിരുന്നു അന്ത്യ വിരുന്നിലെ പാദം കഴുകൽ ശുശ്രൂഷ. അനുരഞ്ജനത്തിൻ്റെ
സ്നേഹത്തിൻ്റെ, കരുണയുടെ, ശുശ്രൂഷയുടെ ഈ ഭാവമാണ് പുരോഹിതൻ്റെ സ്വത്വത്തിലും ദൗത്യത്തിലും തെളിഞ്ഞു നിൽക്കുന്നത്. തൻ്റെ സഹയാത്രികരെ ഏറെ ശ്രേഷ്ഠരായി പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും പുരോഹിതൻ പാദക്ഷാളകനായി അവരോടൊത്ത് യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്ന യേശുവിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ ആവർത്തിക്കുക. പാദക്ഷാളന ശുശ്രൂഷ ചെയ്യാൻ എന്നെയും തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയുക. ഏറ്റവും വലിയ സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഈ ദൗത്യം നിർവഹിക്കാനുള്ള അനുഗ്രഹം യാചിക്കുക.